അപ്പൊ നമ്മൾ ഇന്ന് ഒരു വലിയ ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് കെമിക്കൽ കോർഡിനേഷൻ ഇൻ അനിമൽസ് ആണ്. അതായത് മൊത്തത്തിലുള്ള നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെയും ഹോർമോൺസിന്റെയും ഒക്കെ കുറച്ചുകൂടി ചെറിയൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്കറിയാം എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഗ്ലാൻഡുകളുണ്ട്. അതായത് കുറച്ച് എന്താ പറയാ നമ്മുടെ ഹോർമോണുകൾ എന്ന് പറയുന്ന മെസ്സഞ്ചറുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഗ്ലാൻഡുകളുണ്ട്. നമ്മുടെ ശരീരത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും ലൊക്കേറ്റ് ചെയ്ത ഗ്ലാൻഡുകളുണ്ട്. ആ ഗ്ലാൻഡുകൾ ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യും. എന്താണ് ഈ ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രോസസ്സ് നടക്കണമെങ്കിലും നമുക്ക് മെസ്സേജസ് കിട്ടണം. അതായത് ഷുഗർ കൂടി അല്ലെങ്കിൽ ബ്ലഡിന്റെ ഷുഗർ ലെവൽ കൂടി ആ ഷുഗർ ലെവൽ കൂടിയാൽ നമുക്ക് മെസ്സേജ് പോവുകയും ആ മെസ്സേജിനനുസരിച്ചുള്ള ഹോർമോണുകൾ വരികയും ആ ഷുഗർ ലെവലിനെ കുറയ്ക്കുകയും ചെയ്യും. അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉടനീളം അവിടെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറുകളാണ്. ആ സ്ട്രക്ചറുകൾ എന്താണ് ഉണ്ടാക്കുന്നത്? ഹോർമോണുകളെയാണ് ഉണ്ടാക്കുന്നത്. എന്താണ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ? ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാ സെല്ലുലർ മെസ്സഞ്ചേഴ്സ് ആണ്. അതായത് സെല്ലുകളുടെ അകത്തേക്ക് ചെന്ന് മെസ്സേജുകൾ കൊടുക്കുന്ന മെസ്സഞ്ചറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോർമോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അവര് പുറത്തേക്ക് വിടുന്ന ആൾക്കാർ സെക്രീഷൻസ്, അവരുടെ സെക്രീഷൻസിനെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സെക്രീഷൻസിന്റെ പേരാണ് ഹോർമോണുകൾ. ആരാണ് ഹോർമോണുകൾ? ഹോർമോണുകൾ എന്ന് പറഞ്ഞാൽ ഇൻട്രാ സെല്ലുലാർ സെല്ലുകളുടെ അകത്തേക്ക് ചെന്ന് മെസ്സേജുകൾ കൊടുക്കുന്ന മെസ്സഞ്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോർമോണുകൾ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല പല ഭാഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഹൈപ്പോതലാമസ് എന്ന് പറയും. ഈ ഹൈപ്പോതലാമസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ബ്രെയിനിന്റെ ഈ ഭാഗത്താണ് ഹൈപ്പോതലാമസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ താഴെയായിട്ടാണ് പിറ്റ്യൂട്ടറി. അതിന്റെ താഴെ ഒരു ചെറിയ ഭാഗമായിട്ട് പീനിയൽ ഗ്ലാൻഡ്. പിന്നെ കഴുത്തിന്റെ അവിടേക്ക് വരുമ്പോൾ അവിടെയാണ് തൈറോയിഡ് ഗ്ലാൻഡ്. അതിന്റെ തന്നെ താഴെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ താഴേക്ക് തന്നെയാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡുകൾ ഉള്ളത്. ഇനി ആ നെഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കൂ, ഇവിടെയാണ് തൈമസ് ഗ്ലാൻഡുകൾ ഉള്ളത്. ഇനി താഴേക്ക് വരുമ്പോൾ നമ്മുടെ കിഡ്നി കാണുന്നുണ്ട്. കിഡ്നിയുടെ മുകൾ വശത്താണ് അഡ്രിനൽ ഗ്ലാൻഡുകൾ ഉള്ളത്. പിന്നെ ആ അഡ്രിനൽ ഗ്ലാൻഡുകൾ എവിടെയാണെന്ന് കിഡ്നിയുടെ മുകളിലത്തെ വശത്ത്. ആ കിഡ്നി തന്നെ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. കിഡ്നിയിൽ നിന്നും ഒരുപാട് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ഈ ഭാഗം നോക്കിക്കേ, ഇതാണ് പാൻക്രിയാസ്. ഈ പാൻക്രിയാസും ഈ പറഞ്ഞതുപോലെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉൾപ്പെട്ട ആൾക്കാരാണ്. ഇനി നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം രണ്ടുപേർക്കും ഡിഫറെന്റ് ആണ്. ഇതുവരെ പറഞ്ഞത് രണ്ടുപേർക്കും ഒരുപോലെയുള്ളതാണ്. മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഒരുപോലെയുള്ള എൻഡോക്രൈൻ സിസ്റ്റംസ് ആണ്. ഇനി സ്ത്രീകളെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് ആരൊക്കെയുണ്ട്? ഓവറീസ് ഉണ്ട്, യൂട്രസ് ഉണ്ട്. ഇവർ രണ്ടുപേരും നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള ആൾക്കാരാണ്. ഇനി പുരുഷന്മാരെ നമ്മൾ നോക്കുമ്പോൾ ടെസ്റ്റിസ്, ഇതും ഇവരുടെ എന്താ പറയാ റീപ്രൊഡക്റ്റീവ് സെല്ലുകൾ ഉണ്ടാക്കുന്ന സെമൻ എന്ന് പറയുന്ന റീപ്രൊഡക്റ്റീവ് സെല്ലുകൾ ഉണ്ടാക്കുന്ന അവയവമാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ കോമൺലി നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? എത്ര തരം എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഉണ്ട്? ഹൈപ്പോതലാമസ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, അഡ്രിനൽ, പാൻക്രിയാസ്, ഗൊണാഡ്. ഇങ്ങനെയാണ് മൊത്തത്തിൽ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, അഡ്രിനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ് ആൻഡ് ഗൊണാഡ്. മനസ്സിലായോ? എൻഡോക്രൈൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായി. അതിന്റെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ടൈപ്പുകൾ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എവിടെയൊക്കെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് നമ്മൾ ആദ്യത്തെ ഹൈപ്പോതലാമസിനെ എടുക്കാം. ഹൈപ്പോതലാമസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് ബ്രെയിനിന്റെ ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പോതലാമസ് എന്ന് വിളിക്കുന്നത്. ആ ഹൈപ്പോതലാമസിന്റെ നടുക്കുള്ള ഭാഗത്തിന് നമ്മൾ വിളിക്കുന്നത് ന്യൂക്ലിയൈ എന്നാണ്. അപ്പം ഹൈപ്പോതലാമസിന്റെ ന്യൂക്ലിയൈ എന്ന് പറയുന്ന ഭാഗം എന്തൊക്കെ കാര്യങ്ങളെയാണ് റിലീസ് ചെയ്യുന്നത്? 3 തരത്തിലുള്ള ഹോർമോണുകളെയാണ് റിലീസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 3 ഹോർമോണുകൾ? റിലീസിങ് ഹോർമോൺ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. അപ്പൊ എന്താണ് ഈ റിലീസിങ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കെമിക്കല് റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹോർമോണിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെൻസറുകളെയാണ് അല്ലെങ്കിൽ ഹോർമോണുകളെയാണ് ഏതെങ്കിലും കെമിക്കലിനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹോർമോണുകളെ പറയുന്ന പേരാണ് റിലീസിങ് ഹോർമോൺ. ഫോർ എക്സാമ്പിൾ ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ തൈറോക്സിൻ റിലീസിങ് ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ഏത് ഹോർമോണുകളെയും
ബോഡി റിലീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈപ്പോതലാമസിലെ റിലീസിംഗ് സെന്ററുകളിൽ നിന്നുള്ള റിലീസിംഗ് ഹോർമോൺസിന്റെ ഫോമിലാണ്. ഇനി ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുവാണെങ്കിൽ കാൽഷ്യത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വളരെയധികം കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ കാൽഷ്യം ഉണ്ടാകുമ്പോൾ ബ്ലഡിൽ കൂടുതൽ കാൽഷ്യം ലെവൽ വരുമ്പോഴത്തേനും കാൽഷ്യത്തിനെ തിരിച്ച് റീഅബ്സോർബ് ചെയ്യാനുള്ള ടെക്നിക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കാൽഷ്യത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനെ എന്താ പറയാ, റീഅബ്സോർബ് ചെയ്യാനുള്ള റീഅബ്സോർപ്ഷനെ ബ്ലോക്ക് ചെയ്യുന്ന ആ ഒരു എക്സാമ്പിൾ വേണ്ട. ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്ലഡിന്റെ ഷുഗർ ലെവൽ എടുക്കാം. ബ്ലഡിന്റെ ഷുഗർ ലെവൽ ഒരു പരിധി കൂടുതൽ താഴുകയാണെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്താ ചെയ്യുന്നത്? ബ്ലഡിന്റെ ഷുഗർ ലെവല് കുറയ്ക്കുക എന്നൊരു പ്രക്രിയയാണ് ഇൻസുലിൻ ചെയ്യുന്നത്. ഇൻഹിബിറ്റിംഗ് ഹോർമോൺസിന്റെ വിഭാഗത്തിൽ പെടുമ്പോൾ ഇൻസുലിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ ഒരളവിൽ കൂടുതൽ കുറയുകയാണെങ്കിൽ വളരെയധികം പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. തലകറക്കം ഉണ്ടാവും, നമ്മൾ തലകറങ്ങി വീഴും, നമ്മുടെ മൊത്തത്തിലുള്ള മെറ്റബോളിസം എഫക്റ്റഡ് ആവും. അപ്പോൾ അതിനെ ഇൻഹിബിറ്റ് ചെയ്യണം. ആരെ ഇൻഹിബിറ്റ് ചെയ്യണം? ഇൻസുലിനെ ഇൻഹിബിറ്റ് ചെയ്യണം. അത് അത്തരത്തിൽ ഇൻസുലിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് എന്ന് പറയുന്നത് ആരുടെ അണ്ടറിൽ വരുന്നതാണ്? ഹൈപ്പോതലാമസിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. എന്താണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ? നമുക്ക് നോക്കാം. നമുക്ക് താഴെയുള്ള സ്ലൈഡുകളിൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസ് എത്തരത്തിലുള്ള ഹോർമോണുകളെയാണ് റിലീസ് ചെയ്യുന്നത്? 3 തരത്തിലുള്ള ഹോർമോണുകളെയാണ് റിലീസ് ചെയ്യുന്നത്. ഏതാണ് ആ 3 ഹോർമോണുകൾ? റിലീസിംഗ് ഹോർമോൺസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്തൊരു സാധനത്തിനെയും റിലീസ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് കൊടുക്കുന്ന ഹോർമോണുകളാണ് റിലീസിംഗ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, ഏതൊരു സാധനത്തിനെയും ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ഇനി ഓക്സിറ്റോസിനും വാസോപ്രസിനും, ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഫീമെയിൽ റീപ്രൊഡക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹോർമോണാണ്. വാസോപ്രസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വാട്ടർ റീഅബ്സോർപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഹോർമോണാണ്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പഠിക്കും. അപ്പൊ ഹൈപ്പോതലാമസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഈ നമ്മൾ കാണുന്ന നമ്മുടെ ബ്രെയിനിൽ കാണുന്നത് ഇതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ബോണി ക്യാവിറ്റി, അതായത് ഒരു എല്ല് പോലത്തെ ഒരു ക്യാവിറ്റിക്ക് അകത്താണ് ഈ കണ്ടത്. നമ്മൾ പിക്ചർ ഉണ്ടാക്കാൻ നമുക്ക് മനസ്സിലാവും. ഈ എല്ല് പോലിരിക്കുന്ന ഒരു ക്യാവിറ്റിക്ക് അകത്താണ് നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ എല്ല് പോലത്തെ ആ ബോണി ക്യാവിറ്റി പോലെ വിളിക്കുന്ന പേരാണ് സെല്ല ടൂർട്ടിക്ക. എന്താണ്? സെല്ല ടൂർട്ടിക്ക. ഓക്കെ, ഇവരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൈപ്പോതലാമസിൽ അറ്റാച്ച് ചെയ്തിരുന്ന എന്താ പറയാ, സ്റ്റാർ കമ്പ് പോലെ, കുഞ്ഞി കമ്പ് പോലെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് നോക്കുമ്പോൾ പിറ്റ്യൂട്ടറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞാളാണെങ്കിൽ അവരെ വളരെ സൂക്ഷ്മമായിട്ട് 2 ഡിവിഷനുകളായിട്ട് അവരെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ആന്റീരിയർ പിറ്റ്യൂട്ടറി, അതായത് ഫ്രണ്ടിലേക്ക് കാണുന്ന പിറ്റ്യൂട്ടറിയെ പറയുന്ന പേരാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ എന്താണ് മറ്റൊരു പേര്? എന്താണ്? അഡിനോ ഹൈപ്പോഫൈസിസ്. എന്താണ്? അഡിനോ ഹൈപ്പോഫൈസിസ്. മനസ്സിലായോ? ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ പുറമേ കാണുന്നത്, അതാണ് അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡിവിഷന്റെ പേര് എന്താണ്? മുന്നേ കാണുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതായത് മുന്നിലോട്ട് കാണുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മൾ പറയുന്ന പേരാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. എന്താണ്? ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഓക്കെ, അപ്പൊ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറി നമ്മൾ പറയുന്നത് എന്താണ്? അഡിനോ ഹൈപ്പോഫൈസിസ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി നമ്മൾ പറയുന്നത് എന്താണ്? ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഇനി അഡിനോ ഹൈപ്പോഫൈസിസ് തന്നെ നമ്മൾ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പാസ് ഡൈസ്റ്റാലിസും പാസ് ഇന്റർമീഡിയറ്റ്. അതായത് അത് എന്തിനാണ് തരംതിരിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവരുടെ എന്ത് വരുന്നത്? ഡിവിഷൻസ് വരുന്നത്. ഇതിനെ നമ്മൾ പാസ് എന്താ പറയാ, ട്യൂബറാലിസ് എന്ന് പറയും. ഇതിനെ പാസ് നിവോസ എന്ന് പറയും. ഇവിടെയാണ് പ്രധാനപ്പെട്ട 2 ആൾക്കാർ ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ പാസ് ഇന്റർമീഡിയ എന്നും പറയും, നമ്മൾ പാസ് ഡൈസ്റ്റാലിസ് എന്നും പറയും. അത്രേ ഉള്ളൂ. 2 തരത്തിൽ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ അതിന്റെ പാർട്ടായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ആന്റീരിയർ പിറ്റ്യൂട്ടറി, അതിനെ പറയുന്ന ഒരു പേരാണ് അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറയും. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പറയുന്ന പേരാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയും. അഡിനോ ഹൈപ്പോഫൈസിസ് തന്നെ നമ്മൾ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പാസ് ഡൈസ്റ്റാലിസും പാസ് ഇന്റർമീഡിയറ്റ്.
അപ്പൊ എവിടെയാണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു ബോണി ക്യാവിറ്റിക്കകത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബോണി ക്യാവിറ്റിയുടെ പേരെന്താണ്? സെല്ല ടൂത്തിക്ക. എങ്ങനെയാണ് അത് കാണപ്പെടുന്നത്? ഹൈപ്പോതലാമസുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇത് സ്റ്റാക്ക് ആയിട്ടുള്ള ഒരു കമ്പ് പോലത്തെ ഒരു അറ്റാച്ച്മെന്റ് ആയിട്ടാണ് ആരെ കാണുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കാണുന്നത്. ഇനി ആന്റീരിയർ പിറ്റ്യൂട്ടറി നമ്മൾ പറഞ്ഞു, ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഒരു ഭാഗമാണ് പാർസ് ഡൈസ്റ്റാലിസ് എന്ന് പറഞ്ഞൊരു ഭാഗം. അവര് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. കാരണം എന്താണെന്നറിയോ? അവര് കുറെ ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 6 തരത്തിലുള്ള ഹോർമോണുകളെ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ പാർസ് ഡൈസ്റ്റാലിസ് എന്ന് പറയുന്ന സ്ഥലം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് 6 സൊമാറ്റോട്രോഫിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ GH, അതായത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ്. അതുകൊണ്ടാണ് അതിനെ ഗ്രോത്ത് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. പിന്നെന്താണ്? പ്രോലാക്റ്റിൻ, അതിനെ പറയുന്ന വേറൊരു പേരാണ് PRL. പിന്നെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH, അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ ACTH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH, ലൂട്ടനൈസിംഗ് ഹോർമോൺ LH. അപ്പൊ 6 പേരുകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഏതൊക്കെയാണ് 6? ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഏത് ഭാഗം? പാർസ് ഡൈസ്റ്റാലിസ് എന്ന് പറയുന്ന ഭാഗമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടോ ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ പടം കണ്ടോ? പിക്ചർ കണ്ടോ? ഇതാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. അതായത് ഇപ്പോഴത്തെ ഭാഗത്ത് നോക്കുമ്പോൾ പുറമേ കാണുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? ആന്റീരിയർ എന്ന് വിളിക്കും. പുറകിലേക്ക് കാണുന്നത് നമ്മൾ പോസ്റ്റീരിയർ എന്ന് വിളിക്കും. ഇനി എത്ര ഹോർമോണുകളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 6 ഹോർമോണുകളെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 6 ഹോർമോണുകൾ? ഏതൊക്കെയാ 6 ഹോർമോണുകൾ? സൊമാറ്റോട്രോഫിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ, അതിന്റെ ഷോർട്ട് ഫോം വളരെ പ്രധാനമാണ്, ഓർത്ത് വെക്കുക. GH, പ്രോലാക്റ്റിൻ അല്ലെങ്കിൽ PRL, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH, അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ അല്ലെങ്കിൽ ACTH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ FSH, ലൂട്ടനൈസിംഗ് ഹോർമോൺ അല്ലെങ്കിൽ LH. അപ്പൊ 6 പേര് പഠിച്ചല്ലോ. ഏതൊക്കെയാണ് 6? സൊമാറ്റോട്രോഫിൻ, പ്രോലാക്റ്റിൻ, TSH, ACTH, FSH, LH. ഇത്രയും പേരുകൾ പഠിച്ചല്ലോ. ഇനി അടുത്ത് നമുക്ക് അതൊക്കെ എന്താന്ന് നോക്കാം. ഇനി സൊമാറ്റോട്രോഫിൻ ഞാൻ പറഞ്ഞു, നമുക്ക് ഗ്രോത്തിന് വേണ്ടി വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ആണ് സൊമാറ്റോട്രോഫിൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ബോഡി ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ 2 എക്സ്റ്റെന്റിലുള്ള, അതായത് സൊമാറ്റോട്രോഫിന്റെ 2 എക്സ്റ്റെന്റുള്ള ആൾക്കാർ അതിൽ കാണാം. ജൈജാന്റിസം ഉള്ള ആൾക്കാരെയും കാണാം, ഡ്വാർഫിസം ഉള്ള ആൾക്കാരെയും കാണാം. എന്താ ഈ ജൈജാന്റിസം എന്ന് പറഞ്ഞാൽ? നമുക്ക് ഒരുപാട് ഗ്രോത്ത് ഹോർമോണുകൾ എക്സസ് ആയിട്ട് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ വളരെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരാളായിട്ട് മാറും. എന്നാണ് ജൈജാന്റിസം എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും ഉയരമുള്ള യുവാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുൽത്താൻ കോസറാണ്. പുള്ളിയുടെ പിക്ചറാണ് ഈ കാണുന്നത്. അയാളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 അടി 1 ഇഞ്ചാണ് അയാളുടെ ഹൈറ്റ്. ഓക്കെ. ഈ ഡ്വാർഫിസം ഉള്ള ആൾക്കാർക്ക് എന്താണ്? അവർക്ക് സൊമാറ്റോട്രോഫിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ എന്തായിരിക്കും? വളരെ കുറച്ചായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ എന്തായിട്ട് മാറുന്നത്? ഡ്വാർഫുകളായിട്ട് മാറുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ മനുഷ്യൻ അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ മനുഷ്യന്റെ പേര് എന്താണ്? ഹി പിങ് സിങ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ ഉയരം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 feet 5.37 inches ആണ് അയാളുടെ എന്ത് പറയുന്നത്? ഉയരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ സൊമാറ്റോട്രോഫിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ജൈജാന്റിസം സംഭവിക്കും. കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഡ്വാർഫിസം സംഭവിക്കും. ഇനി സൊമാറ്റോട്രോഫിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ ഇതൊക്കെ സംഭവിക്കുന്ന എപ്പോഴാണ്? വളരെ ചെറുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടല്ല. ഇനി കുറച്ചുകൂടി വലുതായി കുറച്ച് അഡൽട്ട് സ്റ്റേജ്, ഏകദേശം ഒരു മിഡിൽ ഏജ് സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു വളർച്ച ഉണ്ടാവും. അതായത് അവരുടെ മുഖത്ത് പ്രധാനമായിട്ട് അവരുടെ മുഖത്തൊരു ഡിസ്ഫിഗർമെന്റ് കാണും. അല്ലെങ്കിൽ എന്താണ്, പെട്ടെന്ന് മുഖം വലുതായതൊരു അവസ്ഥ. ഇപ്പൊ ഇയാളുടെ പിക്ചർ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. വലുതായ ഒരു അവസ്ഥ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കോമൺ ആയിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഭയങ്കര സീരിയസ് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. പെട്ടെന്ന് അവർ മരിക്കാറുണ്ട്. അതാണ് സംഭവിക്കുന്നത്. അത്തരത്തിലുള്ള, അതായത് ഗ്രോത്ത് ഹോർമോൺ അഡൽട്ട് സ്റ്റേജിൽ അല്ലെങ്കിൽ മിഡിൽ ഏജ് സ്റ്റേജിൽ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസുഖത്തിനെ പറയുന്ന പേരാണ് അക്രോമെഗലി. എന്താണ്? അക്രോമെഗലി. ഇത് ഡയഗ്നോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ചെറുപ്പത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇതൊരു മിഡിൽ ഏജ് ആകുമ്പോൾ സംഭവിക്കുന്നതായത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ആളുടെ മുഖമൊക്കെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മാറ്റം തന്നെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ സൊമാറ്റോട്രോപിക് ഹോർമോൺ ഓവർ സെക്രീറ്റ് ചെയ്യപ്പെടുന്നു എപ്പോ? അഡൽട്ട് സ്റ്റേജ്. വളരെ പ്രധാനമാണ്. അഡൽട്ട് സ്റ്റേജ് എന്നൊരു
വാക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അക്രോമെഗലി എഴുതാവൂ, അല്ലെങ്കിൽ അത് ജൈജാൻഡിസം ആണ്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ എന്താണ് ഗ്രോത്ത് ഹോർമോൺ? നമുക്ക് മനസ്സിലായി. ഇനി പ്രോലാക്റ്റിൻ എന്താ? പ്രോലാക്റ്റിന്റെ വേറൊരു പേരാണ് PRL എന്ന് പറഞ്ഞത്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീകളിലെ മാമറി ഗ്ലാൻസിന്റെ ഗ്രോത്തിനെയും മിൽക്ക് പ്രൊഡക്ഷനെയും അതിനെ രണ്ടിനെയും റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രോലാക്റ്റിൻ ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ അല്ലെങ്കിൽ PRL എന്ന് പറയുന്ന ഹോർമോൺ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് റെഗുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻസ് ആൻഡ് മിൽക്ക് പ്രൊഡക്ഷൻ. ഇനി മൂന്നാമത്തെ ഹോർമോണാണ് എന്ത്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH. നമുക്കെല്ലാം അറിയാം തൈറോയിഡ് ഉണ്ടോ എന്നൊക്കെ നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട് അല്ലെ? തൈറോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താ നമുക്ക് പറയാം. പക്ഷെ TSH എന്ന് പറഞ്ഞാൽ തൈറോയിഡിനെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിലുള്ള തൈറോയിഡ് ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്, TSH. ഓക്കെ. ഇനി നാലാമത്തെ വകഭേദമാണ് അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ എന്ന് പറയും, ACTH. അതായത് നമുക്ക് കുറച്ച് കോർട്ടിക്കൽ ഹോർമോണുകളുണ്ട് അവരുടെ, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഹോർമോണുകളുണ്ട്. നമ്മുടെ കിഡ്നിയുടെ മുകളിൽ കാണുന്ന അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഹോർമോണുകളുണ്ട്. അപ്പൊ ഇവരുടെ ഹോർമോണെ എന്ത് ചെയ്തും എന്താ പറയാ സെക്രീറ്റ് ചെയ്യുന്നതും അത് റെഗുലേറ്റ് ചെയ്യുന്നത് അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺസ് ആണ്, ACTH എന്ന് പറയും. അപ്പൊ ഇത്രയും ഹോർമോണുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ഇപ്പോഴത്തെ ഈ സ്ലൈഡിൽ പഠിച്ചു. പ്രോലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? PRL. ഇത് എന്താ ചെയ്യുന്നത്? നമ്മുടെ സ്ത്രീകളിലെ മാമറി ഗ്ലാൻസിന്റെ ഗ്രോത്തിലും മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്താ ചെയ്യുന്നത്? തൈറോയിഡ് ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. എവിടെ നിന്ന്? തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്നു. അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺസ് എന്താ ചെയ്യുന്നത്? സ്റ്റിറോയിഡ് ഹോർമോണുകളെ അല്ലെങ്കിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് വിഭാഗത്തിൽപ്പെട്ട ഹോർമോണുകളെ അഡ്രിനൽ കോർട്ടക്സിൽ, അതായത് നമ്മുടെ ഈ കിഡ്നിയുടെ ഈ ഒരു ഭാഗത്ത് വരുന്ന ആ ഒരു ഭാഗത്തിന് പറയുന്ന പേര്, ആ ലെയറിനെ പറയുന്ന പേരാണ് അഡ്രിനൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. ആ ഒരു അഡ്രിനൽ കോർട്ടക്സിൽ നിന്നും സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഈ അഞ്ചാമത്തെ ഇതാണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്ന് പറയും, അതായത് FSH. ഇവരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഗൊണാഡൽ ആക്ടിവിറ്റി, ഗൊണാഡ് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ആക്ടിവിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെയാണ്, അത് മൊത്തം പ്രോസസ്സ് കാണിക്കുന്നതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ആ പിക്ചർ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. FSHന്റെ പ്രധാന ജോലി എന്താണ്? ആണുങ്ങളിൽ അവർ എന്ത് ചെയ്യും? സ്പെർമിനെ ഉണ്ടാക്കും, സ്പെർമാറ്റോജനസിസ് ഉണ്ടാക്കും. പെണ്ണുങ്ങളിൽ എന്താ ചെയ്യുന്നത്? ഒവേറിയൻ ഫോളിക്കിൾസിനെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും. ഓക്കെ. അപ്പൊ എന്താണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്? സ്റ്റിമുലേറ്റ് ഗൊണാഡിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഗൊണാഡൽ ആക്ടിവിറ്റി. അപ്പൊ what are they doing with men? They induces spermatogenesis or production of sperm. And what are they doing with the females? They help in the formation of ovarian follicles. അതായത് ഓവറിയുടെ ഫോളിക്കിളുകൾ. അത് ഫോളിക്കിളുകൾ എന്ന് വെച്ചാൽ എന്താ? ഓവറിയിൽ ഈ പറഞ്ഞതുപോലെ ഫോളിക്കിൾസ് വന്നതിന് ശേഷമാണ് ഓവം മെച്യൂർ ചെയ്യുകയും ഈ പറഞ്ഞ ഫെർട്ടിലൈസേഷൻ അങ്ങനത്തെ പ്രോസസ്സിലേക്ക് കടക്കുകയും ചെയ്തു. അതിനു വേണ്ടി ആര് ഹെൽപ്പ് ചെയ്യുന്നു? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതുകൊണ്ടാണ് അയാളുടെ പേര് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് തന്നെയായിരുന്നു. ഇനി ആറാമത്തത് ന്യൂട്രലൈസിംഗ് ഹോർമോൺ. ന്യൂട്രലൈസിംഗ് ഹോർമോൺ എന്താ ചെയ്യുന്നത്? അതും ഈ പറഞ്ഞതുപോലെ ഗൊണാഡൽ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. എന്താ പറയാ, ഫീമെയിൽസിലായാൽ ഓവുലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഹോർമോൺ ആണ് ഓവുലേഷന് വേണ്ടിയിട്ട് ഫീമെയിൽസിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഏത് ഹോർമോൺ ആണ്? ലൂട്ടനൈസിംഗ് ഹോർമോൺ അല്ലെങ്കിൽ LH ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ യൂട്രസിന്റെ ലെയർ ആയിട്ടുള്ള യൂട്രസിന്റെ ഒരു ലെയറാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. ഈ കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക. എന്തിനാണ് ഈ കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂട്രസിന്റെ ഹെൽത്തിന് ഈ പറഞ്ഞത് ഓവുലേഷൻ, മെൻസ്ട്രുവേഷൻ എന്നൊക്കെ പറഞ്ഞ ആ പ്രോസസ്സിന്റെ ആ ഒരു സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന നമ്മുടെ യൂട്രസിന്റെ ഒരു ഭാഗത്തിനെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. അത് ചെയ്യുന്നത് ആരാണ്? LH ആണ് ചെയ്യുന്നത്. ഇനി ആണുങ്ങളിൽ ഇതെന്താ ചെയ്യുന്നത്? പുരുഷന്മാരുടെ എന്താ പറയാ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ടെസ്റ്റിസ് എന്ന് പറയുന്നത്, ആ ടെസ്റ്റിസിൽ നിന്നും ആൻഡ്രോജനുകളെ, അതായത് മെയിൽ ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആര് സഹായിക്കുന്നു? ലൂട്ടനൈസിംഗ് ഹോർമോൺ സഹായിക്കുന്നു. ഇപ്പൊ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ FSH എന്താണ് ചെയ്യുന്നത്? സ്പെർമാറ്റോജനസിസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസിന്റെ ഫോർമേഷനെ സഹായിക്കുന്നു. ലൂട്ടനൈസിംഗ് ഹോർമോൺ എന്താണ് ചെയ്യുന്നത്? സ്ത്രീകളിൽ ഓവുലേഷന് ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന യൂട്രസിന്റെ ഒരു ഭാഗത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. മെയിൽസിൽ എന്താ ചെയ്യുന്നത്? ടെസ്റ്റിസിൽ നിന്നും ആൻഡ്രോജനെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു.
ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓരോരോ ഹോർമോണുകൾ ഹൈപ്പോതലാമസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്ന ഏത് ഭാഗത്തിലുള്ള ആൾക്കാരെയാണ്? പാസ് ഡൈസ്റ്റാലിസ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ ആൾക്കാരെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത പാസ് ഇന്റർമീഡിയ ഉണ്ട് ഇവിടെ. അപ്പൊ ഈ പാസ് ഇന്റർമീഡിയയില് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹ്യൂമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പാസ് ഇന്റർമീഡിയ ഈ പാസ് രണ്ടും ഒരുമിച്ചായിരിക്കുന്നത്, ഏകദേശം ഒരു മേജ് ചെയ്യ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പാസ് ഇന്റർമീഡിയ എന്ന് പറയുന്ന ഈ ഹൈപ്പോതലാമസിന്റെ ഭാഗം ഉണ്ടാക്കുന്ന ഹോർമോണാണ് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകൾ, അതായത് MSH എന്ന് പറയും. മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ സ്കിൻ പിഗ്മെന്റേഷനെ റെഗുലേറ്റ് ചെയ്യുന്ന സെല്ലുകളാണ് മെലാനോസൈറ്റുകൾ. മെലാനോസൈറ്റ് ഇപ്പൊ മെലാനിൻ എന്നുള്ള ഈ പറഞ്ഞ മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്, അതനുസരിച്ചാണ് നമ്മൾ കറുത്തതോ വെളുത്തതോ ആണെന്ന് പറയുന്നത്. അപ്പൊ മെലാനിൻ കൂടുതലുള്ള ആള് കറുത്തതും മെലാനിൻ കുറവുള്ള ആള് വെളുത്തുമാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ബോഡിയുടെ സ്കിൻ പിഗ്മെന്റേഷനെ റെഗുലേറ്റ് ചെയ്യുന്ന സെല്ലുകളാണ് മെലാനോസൈറ്റുകൾ. ഈ മെലാനോസൈറ്റുകളെല്ലാം എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന ഹോർമോൺ ആണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അല്ലെങ്കിൽ MSH എന്ന് പറയും. ഓക്കെ, അപ്പൊ പാസ് ഇന്റർമീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് എന്ത്? മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ MSH. മെലാനോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്? നമ്മുടെ സ്കിൻ പിഗ്മെന്റേഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരാണ്. ഇനി നമ്മൾ പോസിറ്റീവിയർ പിറ്റ്യൂട്ടറിയുടെ പറയുന്ന പേരാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയും. ഓക്കെ, ഈ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഓക്സിറ്റോസിൻ അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയുന്ന രണ്ട് ഹോർമോണുകളെ സ്റ്റോർ ചെയ്യുക എന്നൊരു ജോലിയാണ് നമ്മുടെ പോസിറ്റീവിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ ന്യൂറോ ഹൈപ്പോഫൈസിസ് ചെയ്യുന്നത്. അപ്പൊ എന്താ ഈ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ സ്ത്രീകള് പ്രസവിക്കുന്ന സമയത്ത് എന്താ പറയാ, യൂട്രസ് കോൺട്രാക്ട് ചെയ്യും. പ്രസവിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പിക്ചുറിഷൻ എന്ന് പറയും. ആ ഒരു പ്രോസസ്സിൽ യൂട്രസ് കോൺട്രാക്ട് ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് സ്മൂത്ത് മസിലുകളാണ് കോൺട്രാക്ട് ചെയ്യപ്പെടുന്നത്. ആ ഒരു കോൺട്രാക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്താണ് ആദ്യം ചെയ്യുന്നത്? അവര് യൂട്രസിന്റെ സ്മൂത്ത് മസിലുകളൊക്കെ കോൺട്രാക്ട് ചെയ്യുന്നു. എന്തിന്? ചൈൽഡ് ബർത്തിന്റെ സമയത്ത്. ഇനി രണ്ടാമത്തെ അവരുടെ ഫംഗ്ഷൻ എന്താണ്? മിൽക്ക് ഇജക്ഷൻ ഫ്രം മാമറി ഗ്ലാൻഡ്, അതായത് നമ്മുടെ മാമറി ഗ്ലാൻഡിൽ മിൽക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇജക്ഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഓക്സിറ്റോസിൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ആരാണ്? വാസോപ്രസിൻ അല്ലെങ്കിൽ ഡൈയൂററ്റിക് ഹോർമോൺ എന്ന് പറയും. എന്താണ് വാസോപ്രസിന്റെ പ്രത്യേകത? അവര് നമ്മുടെ ബോഡിയിലെ വാട്ടർ റീഅബ്സോർപ്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ പ്രോസസ്സാണ് വാസോപ്രസിൻ ചെയ്യുന്നത്. ഈ വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസി, ആ ഒരു ഡിസീസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപിഡസ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സാധാരണ ഡയബറ്റിസ്, അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അത് ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖമാണ്. എന്നാൽ ഡയബറ്റിസ് ഇൻസിപിഡസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വാസോപ്രസിന്റെ അല്ലെങ്കിൽ ഡൈയൂററ്റിക് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഡയബറ്റിസ് ഇൻസിപിഡസ് വന്ന ഒരാൾക്ക് അവരുടെ ശരീരത്തിൽ വാട്ടർ റീഅബ്സോർപ്ഷൻ വളരെ പാടായിരിക്കും. വാട്ടർ റീഅബ്സോർപ്ഷൻ മെക്കാനിസം ഇസ് വെരി ഇൻട്രാക്റ്റഡ്. അപ്പൊ അത് ഡയബറ്റിസ് ഇൻസിപിഡസ് ആണ്. അത് ഓർക്കാൻ വേണ്ടിയിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കുടിക്കുന്ന സാധനമല്ലേ, അപ്പൊ ഇൻസൈഡ് അല്ലേ, അപ്പൊ അങ്ങനെ ഇൻസിപിഡസ് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ ന്യൂറോ ഹൈപ്പോഫൈസിസിൽ എന്തൊക്കെയാണുള്ളത്? അവർ ഓക്സിറ്റോസിനെയും വാസോപ്രസിനെയും സ്റ്റോർ ചെയ്യുന്നു. ഓക്സിറ്റോസിൻ എന്താ ചെയ്യുന്നത്? യൂട്രസിനെ കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നു. ചൈൽഡ് ബർത്തിന്റെ സമയത്ത് കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നു. കൂടാതെ മിൽക്ക് ഇജക്ഷനെ സഹായിക്കുന്നു. വാസോപ്രസിൻ എന്താ ചെയ്യുന്നത്? വാട്ടർ റീഅബ്സോർപ്ഷനെ സഹായിക്കുന്നു. അതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖമാണ് ഡയബറ്റിസ് ഇൻസിപിഡസ്. ഇനി അപ്പൊ നമ്മൾ ഹൈപ്പോതലാമസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് പിനിയൽ ഗ്ലാൻഡ് എന്ന് പറയും. ഇതാ നോക്കിക്കേ, ബ്രെയിനിന്റെ ഈ ഒരു ഭാഗമാണ് പിനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ഈ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഓൺ ദ ഡോർസൽ സൈഡ് ഓഫ് ദി എന്താണ് ഫോർബ്രെയിനിന്റെ ഡോർസൽ സൈഡിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പീനിയൽ ഗ്ലാൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെലാനോസൈറ്റുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺ ഉണ്ടാക്കുന്നത് ആരാണ്? പാസ് ഇന്റർമീഡിയ ആണ്. എന്നാൽ മെലാറ്റോണിൻ എന്ന് പറയുന്ന മെലാനോസൈറ്റുകളല്ല, ഇത് മെലാനിൻ ആണ് ഉണ്ടാക്കുന്നത്. അത് വേറെയാണ്, അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ മെലാറ്റോണിൻ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ഹോർമോൺ ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്.
എന്താണ് ഈ മെലാറ്റോണിന്റെ പ്രത്യേകത? നമ്മളിപ്പോ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീക്കുന്ന ആള് അലാറം വെച്ചില്ലെങ്കിലും 5 മണിക്ക് എണീക്കും അല്ലേ? അപ്പൊ നമ്മുടെ ബോഡിക്ക് ഇതിനെ അറിയാം, കറക്റ്റ് ആയിട്ട് അറിയാം 5 മണിയായി. എങ്ങനെ അറിയാം? കാരണം നമ്മുടെ ബോഡിക്കകത്ത് ഒരു ബയോളജിക്കൽ സൈക്കിൾ ഉണ്ട്. ആ ഒരു സൈക്കിൾ അനുസരിച്ച് ബോഡി അതിനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോൺ എന്താ ചെയ്യുന്നത്? ഒരു നമ്മുടെ ബോഡിക്ക് 24 hours ഉണ്ട്, അല്ലെങ്കിൽ ഡയോണൽ 24 hour ഋതം ഉണ്ട് എന്ന് നമ്മുടെ ബോഡിക്ക് മനസ്സിലാക്കി കൊടുക്കും, അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യപ്പെടും. എങ്ങനെയൊക്കെ റെഗുലേറ്റ് ചെയ്യപ്പെടും? സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ, അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ. അത് ചൂട് കൂടി അല്ലെങ്കിൽ ചൂട് കുറവാണ് നമുക്ക് നമ്മുടെ ബോഡിക്ക് തന്നെ അറിയാൻ പറ്റുന്നത്. ആര് കാരണമാണ്? മെലാറ്റോണിൻ കാരണമാണ്. പിന്നെ ഇവരെന്താ ചെയ്യുന്നത്? മെറ്റബോളിസത്തിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യും, പിഗ്മെന്റേഷനെ സഹായിക്കും. പിന്നെ മെൻസ്ട്രൽ സൈക്കിൾ, അതും ഒരു സൈക്കിൾ ആണല്ലോ, അതും ഒരു പീരിയോഡിക് ബയോളജിക്കൽ സൈക്കിൾ ആണ്. അപ്പൊ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? പീനിയൽ ഗ്ലാൻഡ് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഡിഫൻസ് കേപ്പബിലിറ്റി, അത് നമുക്കൊരു ഒരാൾ നമ്മുടെ പുറത്ത് വാളോ എന്ന് വിചാരിക്കുക, ആ കറക്റ്റ് ആ ഒരു മൊമെന്റിൽ, ആ ഒരു ടൈം, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഓഫ് ടൈം നമുക്ക് മനസ്സിലാവുന്നത് എന്ത് കാരണമാണ്? പീനിയൽ ഗ്ലാൻഡ് കാരണമാണ്. അപ്പൊ പീനിയൽ ഗ്ലാൻഡിനെ കുറിച്ച് പറയാൻ, ഇറ്റ് ഇസ് ദ സ്മോളസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഡോർസൽ സൈഡ് ഓഫ് ദ ഫോർ ബ്രെയിൻ ആണ്. പിന്നെ അയാൾ എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? മെലാറ്റോണിൻ ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. അയാളുടെ ഫംഗ്ഷൻ എന്താണ്? റെഗുലേറ്റ് ഡയേണൽ, അല്ലെങ്കിൽ 24 hour rhythm ഓഫ് ദ ബോഡി റെഗുലേറ്റ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് റെഗുലേറ്റ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. പിന്നെ മെറ്റബോളിസം, പിഗ്മെന്റേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ, കൂടാതെ ഒരു ഡിഫൻസ് കപ്പാസിറ്റി, അതിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാണ്? പീനിയൽ ഗ്ലാൻഡ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി തൈറോയിഡ് ഗ്ലാൻഡ്. എന്താണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഏറ്റവും ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ഇങ്ങനെ ഫോളിക്കിൾസ് ഉണ്ട് അവർക്ക്, അല്ലെ? അല്ലെങ്കിൽ സ്ട്രോമൽ ടിഷ്യൂസ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഫോളിക്കിൾസ് എന്ന് പറയുന്നത്, ടിഷ്യൂസ് എന്ന് പറയും. ഈ ഫോളിക്കിൾസ് അല്ലെങ്കിൽ ഈ ടിഷ്യൂസ്, സ്ട്രോമൽ ടിഷ്യൂസ് എന്താ ഉണ്ടാക്കുന്നത്? 2 തരത്തിലുള്ള ഹോർമോണുകളാണ് അവർ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ഹോർമോണിന്റെ പേരാണ് തൈറോക്സിൻ. തൈറോക്സിൻ കെമിക്കലി നമ്മൾ പറയുന്നത് ടെട്രാ അയഡോ തൈറോണിൻ, അല്ലെങ്കിൽ T4, അല്ലെങ്കിൽ ട്രയോഡോ തൈറോണിൻ, T3. തൈറോക്സിന്റെ 2 വകഭേദങ്ങളാണ് T4 ഉം T3. ഇനി രണ്ടാമത് ഉണ്ടാക്കുന്നതാണ് തൈറോ കാൽസിറ്റോണിൻ, അല്ലെങ്കിൽ TCT. എന്താണ്? തൈറോ കാൽസിറ്റോണിൻ. ഇത് കുറച്ച് വലിയ പേരാണ്, കൺഫ്യൂസ്ഡ് ആവണ്ട. തൈറോക്സിൻ രണ്ടെണ്ണമുണ്ട്, T4, T3. രണ്ടാമത്തേതാണ് തൈറോ കാൽസിറ്റോണിൻ, അല്ലെങ്കിൽ TCT എന്ന് പറയുന്നത്. തൈറോയിഡ് ഗ്ലാൻഡ് നമുക്ക് എന്താണെന്ന് അറിയാം, ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ആരൊക്കെ കൊണ്ടാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്? കുറച്ച് ഫോളിക്കിൾസും കുറച്ച് സ്ട്രോമൽ ടിഷ്യൂസും കൊണ്ടാണ് ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 2 തരത്തിലുള്ള ഹോർമോണുകളാണ് ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, തൈറോക്സിനും തൈറോ കാൽസിറ്റോണിനും. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഇനി തൈറോക്സിൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ T4 ഉം T3. അത് ജസ്റ്റ് അയാളുടെ പേര് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക, ടെട്രാ അയോഡോ തൈറോണിൻ. അതിനാണ് T4 എന്ന് പറയുന്നത്. ട്രൈ അയോഡോ തൈറോണിൻ ആണ് T3 എന്ന് പറയും. എന്താ അയാളുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബേസിക് മെറ്റബോളിക്, നമുക്കൊക്കെ BMR ഉണ്ടല്ലേ, നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ആഹാരം കഴിക്കുന്നു അതിനനുസരിച്ച് മെറ്റബോളിസം നടക്കുന്നു, അതിനനുസരിച്ചുള്ള വെയിറ്റ് ഗെയിൻ, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിങ്, അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ, കാർബോഹൈഡ്രേറ്റ് യൂട്ടിലൈസേഷൻ, ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയും, BMR എന്ന് പറയും. അപ്പൊ അതാണ് നമ്മുടെ തൈറോക്സിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കൂടാതെ നമ്മുടെ ശരീരത്തിലെ ഫിസിക്കൽ, അല്ലെങ്കിൽ മെന്റലി, അല്ലെങ്കിൽ സെക്ഷുവൽ ഡെവലപ്മെന്റിനെല്ലാം സഹായിക്കുന്നത് തൈറോക്സിൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഹോർമോൺ ആണ്. വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് തൈറോക്സിൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് T4 അല്ലെങ്കിൽ T3 എന്ന് പറയുന്നത്? ഒരു ബേസൽ മെറ്റബോളിക് റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുക എന്ന ഫംഗ്ഷനാണ് ഇവർക്കുള്ളത്. കൂടാതെ എന്താണുള്ളത്? ഫിസിക്കൽ, മെന്റൽ, അല്ലെങ്കിൽ സെക്ഷുവൽ ഡെവലപ്മെന്റിനെ സഹായിക്കുക എന്നുള്ളതാണ് ഇവരുടെ അടുത്ത ഫംഗ്ഷൻ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാവ് എ വെരി നൈസ് ഡേ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം ആയിട്ട്. ഓക്കെ, താങ്ക് യു.